ഹായ്. സമയം രാത്രി കറക്റ്റ് 9 മണി. ഈ രാത്രി അപ്പോൾ എവിടെ പോകണമെന്നല്ലേ പറയാം. നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പടം കാണാൻ ഇറങ്ങിയതാണ്. അതായത് രജനി ലോകേഷ് ടീമിൻ്റെ കൂലി. ടിക്കറ്റൊക്കെ റിലീസിന് 2 ദിവസം മുമ്പേ ബുക്ക് മൈ ഷോയിൽ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ സർവോദയ മാൾ. കല്യാണിൽ തന്നെ ഈസ്റ്റിലും വെസ്റ്റിലുമായിട്ടുള്ള 2 മാളുകളുണ്ട്. അതിൽ ഒന്ന് സർവോദയ മാളും ഒന്ന് മെട്രോ മാളുമാണ്. മെട്രോ മാളിൻ്റെ വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. സർവോദയ മാളെന്ന് വെച്ചാൽ മെട്രോ മാൾ വരുന്നതിന് മുമ്പേ നല്ല പ്രതാപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ മെട്രോ മാളിൻ്റെ വരവോടുകൂടെ സർവോദയ മാളിൻ്റെ ചീട്ടങ്ങ് കീറി. ഇപ്പോൾ ആകെ പ്രവർത്തിക്കുന്നത് ഫാഷൻ ഫാക്ടറിയും സിനിമാ ഹാളും അകത്തുള്ള 1-2 ഷോപ്പുകളും പിന്നെയുള്ളത് അത്യാവശ്യം വിവാഹ ഫംഗ്ഷനുകളും എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനുകളും കോൺഫറൻസ് ഹാളും അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങൾ മാത്രം. പിന്നെ കല്യാണമുള്ളവർക്ക് സിനിമ കാണണമെങ്കിൽ ഒന്നീ മെട്രോ മാളിൽ വരണം, അല്ലെങ്കിൽ സർവോദയ മാളിൽ വരണം. 2 ഹാളേ ഉള്ളൂ. പിന്നെ പോകുന്നെങ്കിൽ അടുത്തൊരു 10 കിലോമീറ്റർ മാറി ഡോംബിവലി പോകണം. ടോട്ടൽ 4 നിലയുള്ള മാള്. മെട്രോ മാളിന് മുമ്പ് ഈ കല്യാണിലെ ഈസ്റ്റിലും വെസ്റ്റിലുമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ആശ്രയവും നേരം പോക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നതുമായിട്ടുള്ള ഒരേ ഒരു മാളായിരുന്നു സർവോദയ മാള്. 4th ഫ്ലോറിലാണ് സിനിമ തിയേറ്റർ ഉള്ളത്. അങ്ങനെ ഞാൻ ലിഫ്റ്റിലെത്തി മുകളിലേക്ക് പോയി. അങ്ങനെ 4-ൽ ഇറങ്ങി തിയേറ്ററിന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ പുറത്ത് ടിക്കറ്റ് ഷോ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. അകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ സർവോദയ മാളിൻ്റെ ഈ 4th ഫ്ലോർ എന്തൊക്കെയോ റിനോവേഷൻ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയാണ്, അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഈ ഭാഗമാണ് ആൾക്കാരുടെ കയ്യിലെ പൈസ പിടിച്ചു പറിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം. നിങ്ങൾക്കറിയാം, എല്ലാ ഇതുപോലത്തെ മാളുകളിൽ വന്നാലും തിയേറ്റർ ഇരിക്കുന്ന ഏരിയയിൽ ഫുഡിൻ്റെ സാധനങ്ങളുടെ വില ഡബിൾ ഇരട്ടി കൂടുതലാണ്. അതേ വില തന്നെയാണ് ഇവിടെയും, കുറവൊന്നുമില്ല. ഒരു കോഫി കുടിക്കണമെങ്കിൽ 200 രൂപ കൊടുത്തേ പറ്റും. ഇനി ടോട്ടൽ 4 സ്ക്രീനുകളുണ്ട്. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് സ്ക്രീനും റൈറ്റ് സൈഡ് 2-3 സ്ക്രീന് അടുത്തടുത്തും 2-3 സ്ക്രീനിൻ്റെ ഓപ്പോസിറ്റ് 4th സ്ക്രീനും. അങ്ങനെ നമ്മുടെ കൂലി ഉള്ളത് 2nd സ്ക്രീനിലാണ്. ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം. ആൾറെഡി ഇന്ന് ബോളിവുഡിലെ തന്നെ സൂപ്പർ സ്റ്റാർ ഹൃത്തിക് റോഷൻ്റെയും തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ജൂനിയർ NTRൻ്റെയും ഒരു കിടില മൂവിയായ വാറും ഇന്നാണ് റിലീസ്. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ മൂവിയും റിലീസാവുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല, മറിച്ച് ബോളിവുഡിൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു സ്ഥലമാണ് മുംബൈ. എന്നിട്ട് പോലും 2 ദിവസം മുന്നേ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് ഹൗസ്ഫുള്ളാണ്. ഒരു ടിക്കറ്റ് എനിക്ക് കഷ്ടിച്ചാണ് കിട്ടിയത്. അങ്ങനെ ഫിലിം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞാണോ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ കാര്യം ഞാൻ പറയാം, ആവറേജ് മൂവിയാണ്. വലിയ പ്രതീക്ഷകളോടെ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ലോകേഷിൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ 2 പടങ്ങളും പ്രതീക്ഷിച്ചതുപോലെ കണക്റ്റ് ആവാത്ത പടങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഈ ലാസ്റ്റുള്ള 2 മൂവിയിലും ഫ്ലാഷ് ബാക്ക് സ്ക്രീനിൽ കാണിക്കാൻ നേരത്ത് ലോകേഷിന് പാളിപ്പോകുന്നുണ്ട്. എന്തായാലും രജനി ഫാൻസിന് ഓൺ ടൈം തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.